നമസ്കാരം, ഞാൻ ഡോക്ടർ മേഘ്ന വിശ്വനാഥ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അണ്ടർ ആമിൽ ഉണ്ടാവുന്ന ഡാർക്കനിങ്. പലരും അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇടുമ്പം കക്ഷത്തിന് അടിയിൽ ഉണ്ടാവുന്ന നിറ വ്യത്യാസം. അതെങ്ങനെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നതിനെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ആദ്യമേ തന്നെ എന്തുകൊണ്ടാണ് അവിടെ ഒരു കൂടുതലായിട്ട് ഡാർക്കനിങ് വരുന്നത്, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടുള്ള കാരണം ഫ്രിക്ഷൻ ആണ്. ഒന്ന്, നമ്മൾ ഇടുന്ന ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന ഫ്രിക്ഷന്, കൂടാതെ കൂടെ ഷേവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡാർക്കനിങ്, സ്കിൻ തിക്കനിങ്ങും ഒക്കെ ഇതിന് കാരണമാവുന്നുണ്ട്. കൂടെ ആ ഒരു പോർഷൻ ഷേവ് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഡ്രസ്സിന്റെ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഒരു കാര്യം വരുന്നത് പ്രോപ്പറായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാതിരിക്കുന്നതും ആ ഒരു ഏരിയ നമ്മൾ പ്രോപ്പറായിട്ട് ഹൈജീനിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതുമാണ്. എക്സ്ഫോളിയേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു സ്കിൻ പാക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. പിന്നെയുള്ള ഒരു പ്രധാന കാരണമാണ് ഹോർമോൺ സംബന്ധമായിട്ടുള്ള വ്യതിയാനങ്ങളും PCOD-യും. PCOD-യിലും ഇതുപോലെ കക്ഷത്തിന്റെ അടിയിൽ കൂടുതലായിട്ട് ഡാർക്കനിങ്ങും കഴുത്തിലും ഒക്കെ ഇതുപോലെയുള്ള ഡാർക്കനിങ്ങും ഒക്കെ കണ്ടുവരാറുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ആ ഒരു അസുഖത്തിന് ചികിത്സിച്ചാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുള്ളൂ. കൂടെ തന്നെ നമുക്ക് ഈ എക്സ്ഫോളിയേഷന്റെ പാക്കുകളും ചെയ്തു പോവാവുന്നതാണ്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ അസുഖത്തിന് കൂടി ചികിത്സ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അമിതവണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ PCOD ഇല്ല എന്ന് ഉറപ്പ് വരുത്താനായിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ അമിതവണ്ണം ഉള്ളവർക്ക് മാത്രമല്ല കേട്ടോ PCOD, ലീൻ PCOD-യും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ വണ്ണം കൊണ്ട് മാത്രം നമുക്ക് PCOD ഉള്ളൂ എന്നും പറയാനായിട്ട് സാധിക്കില്ല. ഇനി നമുക്ക് ആ പറഞ്ഞ എക്സ്ഫോളിയേഷൻ പാക്കിനെ കുറിച്ച് പറയാം. ഇതൊരു സ്ക്രബ് ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക്. ഇതിൽ നമുക്ക് വേണ്ടത് അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, മൺചട്ടിയുടെ പൊടിയും റോസ് വാട്ടറും ആണ്. അപ്പൊ ഇതിൽ നമുക്കൊരു 1 ടീസ്പൂൺ അരിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മൺചട്ടിയും റോസ് വാട്ടറിൽ ചേർത്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ഈ ഒരു പേസ്റ്റ് കക്ഷത്തിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് സ്ക്രബ് പോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ സർക്കുലർ ആയിട്ടുള്ള രീതിയിൽ മസാജ് ചെയ്തിട്ട് നമുക്ക് എക്സ്ഫോളിയേഷൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു എക്സ്ഫോളിയേഷൻ ആയിട്ട് ഉപയോഗിക്കുന്ന സ്ക്രബ് കക്ഷത്തിന്റെ ഭാഗത്തുള്ള ഡെഡ് സെൽസും ഒക്കെ മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ അവിടെയുള്ള പിഗ്മെന്റേഷൻ കുറയ്ക്കാനും അവിടുത്തെ സർക്കുലേഷൻ ഒക്കെ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു ലേപം, ഒരു പാക്കിനെ കുറിച്ച് പറയാം. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കറ്റാർ വാഴ, രക്തചന്ദനം, ഇരട്ടി മധുരം. ഇത് മൂന്നുമാണ് നമുക്ക് വേണ്ടത്. ഇത് മൂന്നും മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് കക്ഷത്തിലെ ലേപം ചെയ്യാവുന്നതാണ്. ഉണങ്ങി കഴിയുമ്പം കഴുകി കളയാവുന്നതുമാണ്. ഈ പറഞ്ഞ എക്സ്ഫോളിയേഷനുള്ള സ്ക്രബും ഈ പറഞ്ഞ ലേപവും നമുക്ക് ആഴ്ചയിൽ ഒരു 2-3 തവണയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ചെയ്യാവുന്നതാണ് കുങ്കുമാതി തൈലത്തിന്റെ ഉപയോഗം. കുങ്കുമാതി തൈലം എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം. അപ്പം നമുക്ക് ഈ ഒരു അണ്ടർ ആം ഡാർക്കനിങ് കുറയ്ക്കാനായിട്ടും കുങ്കുമാതി തൈലം ഒരു 2 to 3 ഡ്രോപ്സ് എടുത്തിട്ട് നമ്മൾ കക്ഷത്തിൽ മസാജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കൂടുതലായിട്ട് അറിയാനായിട്ട് മുന്നത്തെ ആ ഒരു വീഡിയോ കണ്ടു നോക്കാവുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ റെമഡീസ് ഒന്നും പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് തരുന്നതല്ല. ഗ്രാജുവൽ ആയിട്ട് മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കൺസിസ്റ്റൻസി പ്രധാനമാണ്. 4 മുതൽ 6 ആഴ്ചയൊക്കെ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്കൊരു റിസൾട്ട് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്